ഇതാണ് നമ്മൾ ശിവകാശിന് എടുത്തിരിക്കുന്ന ക്രാക്കേഴ്സ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് പുറകിട്ട് നോക്കാം, എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കളർ മാച്ചസ് ആണ്. കളർ തീപ്പെട്ടി 10 പാക്കറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നോക്കിയിരിക്കാം. അടുത്തത് ടിൻ ഫൗണ്ടൈനാണിത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർ വെല്ലിൻ്റെ വാട്ടർ ക്യാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷവർ ചെയ്യുന്ന സമയത്ത് ആ ഷവറിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ പൊള്ളലൊന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ഈ വാട്ടർ ക്യാനിൻ്റെ പ്രത്യേകത. അടുത്തത് കുരുവിപ്പടകളാണ്. ഇത് എന്താണ് ഈ ഒട്ടിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചതാണ്. ഇത് വാങ്ങിച്ച സമയത്ത് അപ്പോൾ മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ നനവ് ഇട്ടായിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ സ്പെഷ്യൽ കവർ ചെയ്ത് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. തുറന്നിരുന്ന എല്ലാത്തിലും എന്തിട്ടുണ്ട് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കുരുവി പാക്കറ്റാണ്. ഇത് കുരുവിയാണ് ദീപാവലിയിലെ ഒരു ഹൈലൈറ്റുകളിലൊന്ന്, ഹൈലൈറ്റായിട്ട് വാങ്ങുന്ന സാധനങ്ങളൊന്ന്. ഇത് ഗുജറാത്തി ഫ്ലവർ പോട്ട്സ് ആണ്. 5 എണ്ണമാണുള്ളത്. അങ്ങോട്ട് മാറ്റിക്കാൻ നോക്കാം. അടുത്തത് മാജിക് സൈറൺ എന്ന് പറയും. അതായത് ഫൗണ്ടെയിൻ പ്ലസ് സൈറണിൻ്റെ ഫങ്ഷൻ ഉള്ളതാണ് ഈ സൈറൺ എന്ന് പറയുന്ന ഈ സംഭവം ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻ അതാണ്. ഇതെന്ന് പറഞ്ഞാൽ 4x4 വീൽ എന്ന് പറയുന്ന തറച്ചിത്രത്തിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന കുറച്ച് സ്പെഷ്യാലിറ്റിയുള്ള സംഭവമാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവം എന്നുള്ളത് കാണിക്കുന്നതാണ്. ഇതാണ് 3-in-1 വോണ്ടേഴ്സിൻ്റെ ക്രാക്കിംഗ് ബ്രാൻഡിൻ്റെയാണ്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ പോലെ തന്നെ 3 ഫങ്ഷൻ ഈ ഫൗണ്ടനിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, മാറ്റിയിരിക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൈ കിങ്ങിൻ്റെ സ്റ്റാർ ഷോട്ട് എന്ന് പറയുന്ന സ്കൈ ഷോട്ടാണ്. ഇത് 5 എണ്ണമാണ് ഒരു ബോക്സിൽ വരിക. ഈ സെലോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. അടുത്തത് നമ്മുടെ പീക്കോക്ക് ഫൗണ്ടെയിൻ ആണ്. പീക്കോക്ക് ഗ്രീൻ കളർ പീക്കോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലികോപ്റ്ററാണ്. ഡ്രോണിൻ്റെ ഒരു നെക്സ്റ്റ് വെർഷനാണ്, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്നൊക്കെ പറയാം. ഹെലികോപ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. മുകളിലോട്ട് പറന്ന് പൊങ്ങിയതിന് ശേഷം 2 കളർ അങ്ങനെ എന്തോ കാണിക്കും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് പരിശോധിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ തന്നെയാണ്. 2 പാക്കറ്റുണ്ട്. ഇത് ബമ്പര എന്ന് പറയും. അസലോടെ പോച്ച് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്താണെന്ന്. ഈ ടൈപ്പിലാണ് ബമ്പര ഇരിക്കുക. നമ്മളൊരു സ്പിന്നറിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നതാണ് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് ഫൗണ്ടെയിൻ പ്ലസ് സ്കൈ ഷോട്ടിൻ്റെ ഫങ്ഷനാണ് വരുന്നത്. ആദ്യം ഈ കാണിച്ചിരിക്കുന്ന യെല്ലോ കളറിലുള്ള ഫൗണ്ടെയിൻ വരും. അതിനുശേഷം പർപ്പിൾ കളറിലുള്ള സ്കൈ ഷോട്ട് ഉണ്ടാകുന്നതാണ്. ഇതും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം. നെക്സ്റ്റ് നമ്മുടെ വിസ്ലിംഗ് റോക്കറ്റാണ്. നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ലോഗോയിലുള്ള ബ്രാൻഡിങ്ങൊക്കെ ഉള്ള വിസ്ലിംഗ് റോക്കറ്റാണ്. ഇത് നമ്മുടെ സെയിം റോക്കറ്റിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ വിസ്ലിംഗ് ഫങ്ഷൻ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഇത് 30 ഷോട്ടാണ്. നെക്സ്റ്റ്
ഒരു 50 ഷോട്ടാണ്. അടുത്തത് വീണ്ടും ഒരു 30 ഷോട്ടാണ്. നമ്മൾ 2 30 ഷോട്ടും ഒരു 50 ഷോട്ടുമാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് നമുക്ക് ഇത് പീകോക്ക് ഫെദർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതാണ് പീകോക്ക് ഫെദർ എന്നറിയപ്പെടുന്ന ഫൗണ്ടൈൻ. 5 പീസാണ് ഒരു ബോക്സിലുണ്ടാവുക. ഇത് മാജിക് ലൈറ്റ് എന്നറിയപ്പെടുന്ന പെൻസിലാണ്. നെക്സ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ലാവ എന്ന് പറയുന്ന ഫൗണ്ടൈൻ. 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്പാർക്ലറാണ്. 50 സെൻറ്റിമീറ്ററിൻ്റെ. ഇത് ഫ്ലവർ പോട്ടിൻ്റെ ഡിലക്സ് ആണ്. ഇത് സൺഫീസ്റ്റിൻ്റെ റെഡ് ആൻഡ് ഗ്രീനിൻ്റെ 5 ഫൗണ്ടൈൻസ് ആണ്. ഇത് ഫ്ലവർ പോട്ട് ബിഗ്. പേരിൽ മാത്രമേ ബിഗ് ഉള്ളൂ. സൈസിൽ സെക്കൻഡാണ് ഇതിൻ്റെ സ്ഥാനം. അതായത് സ്മോളിൽ നിന്ന് ബിഗിലോട്ട് സെക്കൻഡാണ് സ്ഥാനം. ഇതിൻ്റെ തൊട്ട് താഴെ സ്മോൾ എന്ന് പറയുന്ന ഫ്ലവർ പോട്ട് സ്മാൾ എന്ന് പറയുന്ന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും അല്പം കൂടെ വലുതെന്നുള്ളതേ ഉള്ളൂ. ബിഗ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ആരും ഏറ്റവും വലുതാണെന്ന് വിചാരിച്ചുള്ളതിൽ ഡിലക്സ് ആണ് ഫ്ലവർ പോട്ടിൽ അത്യാവശ്യം വലുത്. ഇത് നമ്മുടെ റോക്കറ്റാണ്. റോക്കറ്റ് ബോംബ്. ഇതും റോക്കറ്റ് തന്നെ. ഇത് നമ്മുടെ അൾട്രാ ക്യാൻഡിൽ എന്ന് പറയുന്ന പെൻസിലാണ്. 3 പീസസ് ആണ് വരിക. ഇത് നവരൻ പെൻസിൽ എന്ന് പറയുന്ന പെൻസിൽ. ഇത് ഗ്രൗണ്ട് ചക്കർ ബിഗ്. നമ്മൾ ഫ്ലവർ പോട്ട് പറഞ്ഞതുപോലെ തന്നെ ബിഗ് എന്ന് പറയുന്നത് ഫ്ലവർ പോട്ടും ചക്ര അതായത് ക്രാക്കേഴ്സിൻ്റെയൊക്കെ ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈസിൽ ബിഗ് എന്നല്ല, ഏറ്റവും ബിഗ് എന്നല്ല അർത്ഥം. ഇത് 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് സ്പാർക്ലറാണ്. ഇത് ഗ്രൗണ്ട് ചക്കറിൻ്റെ 3 പീസ് നമ്മൾ വാങ്ങിച്ചിരുന്നു. ബിഗിൻ്റെ 3 പീസ്. ഇത് ചിട്ടിപ്പുട്ടാണ്. 4 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിട്ടിപ്പുട്ട്. അടുത്തത് നമ്മുടെ ഫോട്ടോ ഫ്ലാഷ്. നെക്സ്റ്റ് നമ്മുടെ ഫ്ലവർ പോട്ട് സ്പെഷ്യൽ. ഇത് പിഗിനേക്കാളും അല്പം കൂടെ ടൈമിങ് കൂടിയതാണ്. സൈസും അല്പം വലുതാണ്. അടുത്തത് നമ്മളെ ഗ്രൗണ്ട് ചക്കർ ഡിലക്സ്. ഇതാണ് ഗ്രൗണ്ട് ചക്കറിലെ ഏറ്റവും വലുത്. ഇത് നമ്മുടെ 15 സെൻറ്റിമീറ്റർ സ്പാർക്ലേഴ്സിൽ ഗ്രീൻ സ്പാർക്ലറാണ്. 10 പീസസാണ് ഓരോ ബോക്സ്. ഇത് 2 ബോക്സിൻ്റെ പാക്കാണ്. ഇത് ഗ്രൗണ്ട് ചക്കറിൻ്റെ സ്പെഷ്യലാണ്. ഡിലക്സിനെ തൊട്ട് താഴെയുള്ള എന്നാൽ ബിഗിനെ തൊട്ട് മുകളിലുള്ള ചക്രമാണിത്. ഇത് ഗ്രൗണ്ട് ചക്കർ അശോകയാണ്, സ്പെഷ്യലിന് മുകളിലുള്ള. അടുത്തത് ഇത് ഡാൻസിങ് ബട്ടർഫ്ലൈ ആണ്. ഡാൻസിങ് ബട്ടർഫ്ലൈ 10 പീസ് പാമ്പിൻകുളിയെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബിജിലിയാണ്. ബിജിലി ക്രാക്കേഴ്സ് 1 2 3 4 പീസ് ബിജിലി ക്രാക്കേഴ്സ് ഉണ്ട്. ഇത് റെഡ് ജാൻഡ് എന്ന് പറയുന്ന 1000 വാലയാണ്. നമുക്ക് ഇത് ദാസിൻ്റെ എന്താണ് ക്ലാസിക് ബോംബാണ്. ഗുണ്ടെന്നൊക്കെ പറയും. ഇനിയുള്ളത് നമ്മുടെ പേപ്പർ ബോംബാണ്. ഇത് 1/4 kg ആണ്. ഇനിയുള്ളത് നമ്മുടെ ഈ 2 സൗണ്ട് ഒരു 3 പീസ് ഉണ്ട്. ഇതേപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ ഒന്നുണ്ട്. ഇത് 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെഡ്, ഒരു എന്താണ് ഇലക്ട്രിക്, ഒരു ഗ്രീൻ, ഒരു എന്താണ് കളർ സ്പാർക്ലർ. 30 സെൻറ്റിമീറ്ററിൽ വരുമ്പോഴത്തേക്കും 5 സ്പാർക്ലേഴ്സേ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ 50 സെൻറ്റിമീറ്ററിൻ്റെ കളർ സ്പാർക്ലറാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 50 സെൻറ്റിമീറ്ററിൻ്റെ റെഡ് സ്പാർക്ലർ. ഇത്രയാണ് നമ്മൾ ഈ വർഷത്തേക്ക് ദീപാവലിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ
ഏകദേശം ഇത്രയും ക്രാക്കേഴ്സാണ് നമ്മൾ ഈ ദീപാവലിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വിലയും വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ടെക്സ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ബൈ.